صمد يا رحمن أصبحك ما يدوشو نبني ما يوسف ناجي رحمن يا رحمن ساعدني يا رحمن اشرح صدري. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തു ഷംസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ നമ്മൾ മനുഷ്യ മനസ്സുകളെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്തു. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ചില വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഇനി അള്ളാഹു തആല പറഞ്ഞു വരുന്നത് മനുഷ്യ മനസ്സുകൾ സംസ്കരിക്കാതെ, തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് മനുഷ്യ മനസ്സുകൾ സംസ്കരിച്ചവൻ വിജയിച്ചു, അല്ലാത്തവർ പരാജയപ്പെട്ടു എന്നാണ്. ഇങ്ങനെ മനുഷ്യ മനസ്സുകൾ സംസ്കരിക്കാതെ ദുഷിച്ചു പോയാൽ ആ സമൂഹം ഒന്നടങ്കം അതിന് വലിയ വില നൽകേണ്ടി വരും, ഗുരുതര വിപത്തുകൾക്ക് അത് വഴിവെക്കും എന്നത് തീർച്ചയാണ് എല്ലാവർക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ആ ഒരു സംഗതിക്ക് അള്ളാഹു ഒരു ഉദാഹരണം പറയുകയാണ്. ഇനി ഇങ്ങനെ ഒരു സമൂഹം നശിച്ചു പോകുന്നതിൻ്റെ ഒരു ഉദാഹരണം, ഒരു അനുഭവമായി സമൂദ് ഗോത്രത്തിൻ്റെ നാശം അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. സമൂദ് ഗോത്രം സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രമായിരുന്ന സമൂദ് ഗോത്രം നശിച്ചു പോകാനുള്ള കാരണം ഇത്തരമൊരു ആത്മസംസ്കരണം നേടാത്തതിൻ്റെ ഫലമായിരുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്തത്, എന്ത് ധിക്കാരമാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ അള്ളാഹു തആല പറഞ്ഞു തരികയാണ്. പറഞ്ഞത് കേൾക്കാതെ ഒട്ടകത്തെ അറുത്തപ്പോൾ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്തായി അള്ളാഹു തആല കൊടുത്ത ഒട്ടകത്തെ അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ അറുത്തപ്പോൾ ഒരു കുഞ്ഞു പോലും ബാക്കിയാവാതെ എല്ലാവരും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അതിഭയങ്കരമായ അട്ടഹാസത്തിൽ ചത്തുവീണുപോയി എന്നാണ്. ഒരു ഉഗ്ര ശബ്ദവും പിന്നെ ഒരു ഭൂകമ്പവും. ഇങ്ങനെയാണ് സമൂദിനെ അള്ളാഹു തആല നശിപ്പിച്ചത്. ആ ചരിത്രമാണ് 11ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് സമൂദ് ബിതഖ്വാഹാ ഇദിൻ ബഅസ അശ്ഖാഹാ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയാഹാ. കദ്ദബത് സമൂദ് ഗോത്രം നിഷേധിച്ചു, ബിതഖ്വാഹ അവരുടെ ധിക്കാരം മൂലം. എന്ത് നിഷേധിച്ചു? സത്യം നിഷേധിച്ചു, അതല്ലെങ്കിൽ സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആജ്ഞകൾ ധിക്കരിച്ചു. കദ്ദബത് നിഷേധിച്ചു, സത്യം നിഷേധിച്ചു സമൂദ് ഗോത്രക്കാർ ബിതഖ്വാഹ അവരുടെ ധിക്കാരം മൂലം. എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം? എന്തുണ്ടായത്? ഇദിൻ ബഅസ അശ്ഖാഹ അവരിൽ ഏറ്റവും ഭാഗ്യശൂന്യനായ ഒരാൾ ധൃതിപ്പെട്ട് എഴുന്നേറ്റപ്പോൾ. എന്തിനാണ് എഴുന്നേറ്റത്? ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ. ആ വിഷയം നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, അർത്ഥം പഠിക്കാതെ. ഇദിൻ ബഅസ എഴുന്നേറ്റപ്പോൾ, തുനിഞ്ഞപ്പോൾ. ആര് തുനിഞ്ഞപ്പോൾ? അശ്ഖാഹ ആ സമൂഹത്തിലെ ഏറ്റവും പരാജിതനായ മഹാഭാഗ്യശൂന്യനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ, ഒട്ടകത്തറക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ. ആ സമയത്ത് സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഫഖാല ലഹും അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ പ്രവാചകനായ സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നാഖത്തുല്ലാഹി ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, നിങ്ങൾ സൂക്ഷിക്കണേ, ഒട്ടകത്തിനോടൊന്നും നിങ്ങൾ ചെയ്യരുത്, അതിനെ കൊല്ലരുത്, ബുദ്ധിമുട്ടിക്കരുത്. വസുഖിയാഹ ആ ഒട്ടകത്തിൻ്റെ വെള്ളം കൂടി അതും നിങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്ന് ആര് പറഞ്ഞു? സാലിഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയാഹ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ സാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ വെള്ളം കുടിയെയും നിങ്ങൾ സൂക്ഷിക്കുക, അതിനെ തടസ്സമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് അന്ത്യശാസനം നൽകി. പക്ഷേ ഫകദ്ദബൂഹു എന്നാൽ ഈ സമുദായം സാലിഹ് നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ചു, നിഷേധിച്ചു, പറഞ്ഞതനുസരിച്ചില്ല. എന്നിട്ടോ ഫഖറൂഹ അവർ ആ ഒട്ടകത്തെ അറുക്കുകയും ചെയ്തു, കൊല്ലുകയും ചെയ്തു. അത് കാരണം എന്തുണ്ടായി? ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ അന്നേരം അവരുടെ ഈ കുറ്റം കാരണം, ഈ പാതകം കാരണം അല്ലാഹു തആല അവരെ ഉന്മൂലനം ചെയ്ത് നിരപ്പാക്കി, ആരെയും ഒഴിവാക്കിയില്ല. ദംദമ എന്നൊക്കെയുള്ള പദം അത്രയും സ്ട്രോങ് ആയിട്ടാണ് പ്രയോഗിച്ചത്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം അല്ലാഹു തആല അവരെ നിരപ്പാക്കി കളഞ്ഞു. ഫസവ്വാഹ നിരപ്പാക്കി, ആരെയും ബാക്കി വെക്കാതെ നശിപ്പിച്ചു കളഞ്ഞു.
വലാ യഖാഫു ഉഖ്ബാഹ, അതിൻ്റെ അനന്തരഫലം പരിണിതി അള്ളാഹു ഒട്ടുമേ ഭയപ്പെടുന്നുമില്ല. വലാ യഖാഫു, അള്ളാഹു തആല ഭയപ്പെടുന്നില്ല ഉഖ്ബാഹ, ഇവരെ നശിപ്പിച്ചതിൻ്റെ പരിണിതി. അല്ലേ? അപ്പോൾ ചില ആളുകളൊക്കെ ചില കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ ദുനിയാവിൽ കണ്ടുവരുന്ന സംഗതിയാണ്. ചില കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് ഭരണാധികാരികൾ ഭയപ്പെടാറുണ്ട്. അല്ലേ? വലിയ വലിയ തീവ്രവാദികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ജയിലിലിട്ടാലൊക്കെ നാട്ടിൽ കലാപം ഉണ്ടാകുന്ന പ്രശ്നമുണ്ടെന്നൊക്കെ ബേജാറാറില്ലേ? അങ്ങനെ ഒരു പരിണിത ഫലവും ഒരു അനന്തരഫലം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിക്കേണ്ട എന്ത് കാര്യമുണ്ട്? അള്ളാഹുവിന് അങ്ങനെ ഒരു പേടിയുമില്ല. വലാ യഖാഫു ഉഖ്ബാഹ, എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് അള്ളാഹുവിന് ഒരു പേടിയുമില്ല. ആ ഒരു രൂപത്തിൽ അവരെ നിരപ്പാക്കി നശിപ്പിച്ചു കളഞ്ഞു. ആയത്തുള്ള അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലാ യഖാഫു, അള്ളാഹു തആല പേടിക്കുന്നില്ല ഉഖ്ബാഹ, ഈ നശിപ്പിക്കുന്നതിൻ്റെ പരിണിത ഫലം. സമൂദ് സമൂഹം, ഇവര് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഖൗമാണ്. ഹിജ്ർ എന്നറിയപ്പെട്ടിരുന്ന, ഇപ്പോൾ മദായിൻ സ്വാലിഹ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഇവർ ജീവിച്ചിരുന്നത്. ഈ മദായിൻ സ്വാലിഹ് ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. ഏകദേശം മദീനയുടെ അടുത്ത ഭാഗത്തായിട്ട് വരും. ഹിജ്ർ എന്നായിരുന്നു ആദ്യം ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. സൂറത്തുൽ ഹിജ്റിലെ 80 മുതൽ 84 ആയത്തുകൾ അല്ലാഹു തആല ഇവരെ അസ്ഹാബുൽ ഹിജ്ർ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ. ഹിജ്റിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം അന്ന് അറിയപ്പെട്ടിരുന്ന ഹിജ്ർ എന്നായിരുന്നു, ഇപ്പോൾ അത് മദായിൻ സ്വാലിഹ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ് ഗോത്രത്തിന് ശേഷം വന്നവരാണ് സമൂദ് ഗോത്രം. സാമുബ് നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമിലേക്കാണ് ഇവരുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത്. ഹിജ്റ 9ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തബൂക്കിലേക്ക് പോകുന്ന വഴി ഏകദേശം ഈ പരിസരത്തെ വിശ്രമിക്കാൻ ഇറങ്ങി. അപ്പോൾ സ്വാഭാവികമായും അവിടെ മുമ്പ് താമസിച്ചിരുന്ന ഇവരുടേതായ അവശിഷ്ടങ്ങളും കിണറുകളും വെള്ളങ്ങളും ഒക്കെ അവർ കണ്ടു. അങ്ങനെ അവരിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് കിട്ടിയ വിവരം ഇത് സമൂദ് ഗോത്രത്തിൻ്റെ ബാക്കി പത്രമാണ്, അള്ളാഹു അവരെ ശിക്ഷിച്ചതിൻ്റെ ബാക്കി പത്രമാണ് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വെള്ളം കുടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കിണറുകളിൽ നിന്ന് ഇപ്പോൾ വെള്ളം കുടിക്കണ്ട, കുറച്ച് അപ്പുറത്തൊരു അരുവിയുണ്ട്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം വെള്ളം കുടിച്ച അരുവിയാണിത്, അവിടെ പോയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ്. ബാക്കിയുടെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്, അവിടെ നിന്ന് വെള്ളം കുടിക്കേണ്ട എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. ഏതായാലും ഈ ഒരു സംഭവം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞാൽ ആദ് ഗോത്രത്തിന് ശേഷമാണ് സമൂദ് ഗോത്രം നിലവിൽ വരുന്നത്. ഇവർ മാഷാ അല്ലാഹ് നല്ല കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു, വലിയ വലിയ കിണറുകൾ ഊത്തുന്ന ആളുകളായിരുന്നു, വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു, കൃഷി നനക്കുകയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ആളുകാരായിരുന്നു. അതുപോലെ തന്നെ പർവ്വതങ്ങളിൽ വീടുകൾ തുറന്നുണ്ടാക്കുന്ന ആളുകളായിരുന്നു. ഇതിനൊക്കെ വലിയ വലിയ കഴിവുള്ള ആളുകളായിരുന്നു. എന്തായാലും എല്ലാ നിലക്കും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ ഏറെ ഉയർന്ന നിലയിലുള്ള ആളുകളായിരുന്നു സമൂദ് ഗോത്രം. പക്ഷേ അള്ളാഹു തആലാക്ക് അവർ ശുക്ർ ചെയ്യുകയല്ല ഈ നിഅമത്തുകൾക്കൊക്കെ ചെയ്തത്. അവരെന്തായി, ശുക്ർ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെ നന്ദികേട് കാണിക്കാൻ തുടങ്ങി, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ള ബിംബങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നത്. നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം നല്ല സ്വഭാവമുള്ള ആളാണ്. മാത്രമല്ല ആളുകളൊക്കെ പറഞ്ഞിരുന്നു, നമ്മളെ ഗോത്രത്തെ നയിക്കാൻ മാത്രം പ്രാപ്തനായ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മുടെ സമൂദ് ഗോത്രത്തെ നയിക്കാനുള്ള കെൽപ്പുള്ള ഒരാളാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം എന്നൊക്കെ ആളുകൾ പണ്ടേ സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ അള്ളാഹു തആല അദ്ദേഹത്തെ നബിയായി തിരഞ്ഞെടുത്ത് ഈ കൗമിലേക്ക് ബിംബാരാധന നിർത്താൻ വേണ്ടി പറഞ്ഞയച്ചു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ആളുകളെ വിളിച്ചുകൊണ്ട് ഇത് പറഞ്ഞു. അവിടെ മുതൽ സ്വഭാവം മാറി. പിന്നെ പ്രശ്നങ്ങളായി, കച്ചറയായി, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് വാഗ്വാദങ്ങളായി. ഒരു പാറയുണ്ടായിരുന്നു എന്നാണ്, അസ്സഖ്റത്തുൽ മുഖദ്ദസ, വിശുദ്ധ പാറ എന്നാണ് ആളുകൾ അതിനെ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഗോത്രത്തിലെ ആളുകൾ ആ പാറൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ദ്വാർക്കും, ആ പാറയെ ആരാധിക്കും, അതിനുവേണ്ടി സുജൂദ് ചെയ്യും. അവർ വാപ്പമാരായിട്ട് അങ്ങനെ ആരാധിച്ചു പോന്നിരുന്ന ഒരു പാറയാണെന്നാണ് അവർ പറയാം. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു പഠിച്ചാൽ അങ്ങനെ എല്ലാവരും പിന്നെ അങ്ങനെ അതിൻ്റെ അടുത്ത് പോകും, അതിനോട് ദുആ ചെയ്യും, അതിനോട് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി ബലികൾ അർപ്പിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവിടുന്ന് രിസുഖും ബറക്കത്തൊക്കെ ആ പാറയോട് ചോദിക്കും. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഇത് കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യണത്, ഇത് ചെയ്യാൻ പാടുണ്ടോ, ഇത് അള്ളാഹിൻ്റെ സൃഷ്ടി മാത്രമല്ലേ, അള്ളാഹുവിനെ മാത്രമല്ല ആരാധിക്കാൻ പാടുള്ളൂ, നിങ്ങൾ അള്ളാഹിൻ്റെ സൃഷ്ടികളെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരാളെ മാത്രം ആരാധിക്കാം,
ഞങ്ങൾക്ക് ഒരാളൊന്നും ആരാധിക്കാൻ പോരാ, ഞങ്ങൾക്ക് എല്ലാവരും ആരാധിക്കണം. ഈ പറയപ്പെട്ട പാറ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ അള്ളാഹു തആല ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാണ്. അള്ളാഹു തആല ഞങ്ങൾ കാണില്ലല്ലോ, ദൂരത്തല്ലേ. അപ്പോൾ കാണുന്ന സംഗതികൾ നിങ്ങൾ ആരാധിച്ചോളും, അങ്ങനെ എൻ്റെ അടുത്ത് നിങ്ങൾ എത്തിക്കോളും എന്ന് അള്ളാഹ് ഞങ്ങളോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിത്തരം പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. അവസാനം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, സ്വാലിഹിന് അല്ല സ്വാലിഹൻ, നീ എൻ്റെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള ആളായിരുന്നല്ലോ, നീ ഇങ്ങനെ പഴച്ചു പോകുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ പോര് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എന്നെ അള്ളാഹു നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ് ഞാൻ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. അപ്പോൾ ഖൗമ് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൊന്നുമില്ല, നിനക്ക് എന്താ ചെയ്യാം, നീ പ്രവാചകനാണ് എന്നതിന് എന്താ പിന്നെ തെളിവ്, എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചോണ്ടാ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തെളിവ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ പാറല്ലേ ഇപ്പം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ നിനക്ക് പുറത്തെത്തിച്ചു തരാൻ കഴിയുമോ? നീ പറയുന്ന റബ്ബിന് ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തെത്തിക്കാൻ കഴിയുമോ? ഒരു ഒട്ടകമായ പോരാ, ഒട്ടകം എങ്ങനെയാവണമെന്ന് അറിയോ? നാക്കത്തിന് അഷറാ എന്ന് പറഞ്ഞാൽ 10 മാസം ഗർഭമുള്ള പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ പുറത്തെത്തിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ള ആളാണ്, ഞാനത് ചെയ്യാം. എന്നാൽ എപ്പോഴാണ് നമുക്ക് സമയം നിശ്ചയിക്കുന്നത് വെച്ചാൽ നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ എല്ലാ ആളുകളും വന്നു, എല്ലാവരും നോക്കി നിൽക്കുകയാണ് പാറിൻ്റെ അടുത്തേക്ക്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അപ്പുറത്ത് ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സുജൂദിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്, ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്, പാറമ്മക്ക് ചൂണ്ടുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. വലിയൊരു സംഭവമാണുള്ളപ്പോൾ ഇത്, ഒരു പാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തിന് പുറത്തെത്തിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറഞ്ഞ സമയം ആയുള്ളൂ, വളരെ പെട്ടെന്ന് എന്തായി, വളരെ പെട്ടെന്നൊരു ഇളക്കം കേട്ടു, ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു, ഒരു ഭയങ്കര ശബ്ദം. ആ ശബ്ദത്തിൻ്റെ ഇടയിൽ പാറയുടെ ഉള്ളിൽ നിന്ന് നല്ലൊരു ഒട്ടകം, പരിപൂർണ ഗർഭിണിയായൊരു ഒട്ടകം പുറത്തേക്കാണ് വന്നു എന്നാണ്. ആ പാറ പൊടിഞ്ഞ് പല കല്ലുകളും താഴേക്ക് ഉരുണ്ടു വീണു, അതിന് പൊട്ടിപ്പിളർന്നിട്ടേ നല്ലൊരു ഒട്ടകം, സുന്ദരിയായ നല്ലൊരു ഒട്ടകം, കാണാൻ ചുറുക്കുള്ള, പുറത്ത് വന്നിങ്ങനെ നിന്നു. ആരും തന്നെ ആദ്യം കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ഒട്ടകം പുറത്തേക്ക് വന്നു എന്നാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം സന്തോഷമായി അള്ളാഹുവിനെ സുജൂദ് ചെയ്തു, ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. ഇതിങ്ങനെ കണ്ടപ്പോൾ ആളുകളൊക്കെ പാടെ സുബ്ഹാനല്ലാഹ്, പല ആളുകളും ഉടനെ സുജൂദ് ചെയ്തു അള്ളാഹുവിന് വേണ്ടി, പല ആളുകളും മുഅ്മിനീങ്ങളായി, ആളുകൾ സ്വാലിഹ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചു. പക്ഷേ കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചുള്ളൂ, വേറെ കുറച്ച് ആൾക്കാർ അപ്പോഴും തലതിരിഞ്ഞു നിന്നു. അവരപ്പോഴും പറഞ്ഞു, ഇതൊക്കെ വേറെ എന്തൊക്കെയോ തരികിടകളാണ്, ഇതിലൊന്നും ഞങ്ങളെ വിശ്വസിക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പിന്മാറുകയും ചെയ്തു. പൂർണ്ണ ഗർഭിണിയായ ഒട്ടകമായിരുന്നു നമ്മൾ പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒട്ടകം പ്രസവിച്ചു. നല്ലൊരു ഒട്ടക കുട്ടിയെ എന്തായി, ആ ഒട്ടകം പ്രസവിക്കുകയും ചെയ്തു. എപ്പോഴും കൂടെയാണ്, ഒട്ടകക്കുട്ടിയും കൂടെയാണ്, ഉമ്മയും ഒപ്പാണ്, എപ്പോഴും ഉണ്ടാവും ഒപ്പാണ്. അങ്ങനെ മുന്നോട്ട് പോയി സ്വാലിഹ് നബി സ്വാമിയോട് പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അതിനെ ബുദ്ധിമുട്ടിക്കരുത്, അതിൻ്റെ വെള്ളം കൂടി നിങ്ങളുടെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ഒരു ദിവസവും ഈ ഒട്ടകത്തിനും കുട്ടിക്കും ഒരു ദിവസവും നിങ്ങൾ നിശ്ചയിക്കുക, അതിനെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർഡർ കൊടുക്കുകയും ചെയ്തു. നിങ്ങളെങ്ങാനും അതിനോട് മോശം ചെയ്താൽ അള്ളാഹു തആല നിങ്ങളതിനെ പിടികൂടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആയപ്പോൾ കുറച്ച് ആളുകൾക്ക് മുഅ്മിനായി. ഇതൊക്കെ കണ്ടപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരികയാണ് വീണ്ടും. പിന്നെ സമൂഹത്തിലെ കാഫിര്യങ്ങളായ മുശ്രിക്കുകളായ ആളുകൾ, വിശ്വസിക്കാതിരുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമായി. അവർ പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ആളുകളുടെ എണ്ണം കൂടുകയാണ്, ഇതിനിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ ഒട്ടകമാണെങ്കിലോ എല്ലാവരും അടുത്തുകൂടെയും പോകും, എല്ലാവർക്കും പാല് കൊടുക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്, ത്വയ്യിബാണ്, മുബാറക്കായ പാല് കൊടുക്കുന്ന ഒട്ടകം അല്ലേ, എല്ലാവരും അതിനങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. ആ കൗമിൽ ഒരു 9 ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര കച്ചറയായ 9 ആളുകൾ, വെറും കച്ചറ മാത്രം, വെറും ഫിത്നകൾ ഫസാദുകൾ മാത്രം നടത്തിയിരുന്ന 9 ആളുകൾ. അല്ലാഹു തആല ഖുർആനിൽ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വക്കാന ഫിൽ മദീനത്തി 9 റഹ്തിൻ യുഫ്സിദുന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, സൂറത്തുൽ നംലിലെ 48-ാമത്തെ ആയത്ത്. ഇവർ ഗൂഢാലോചന നടത്തി, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സ്വാലിഹ് നബി സ്വല്ലല്ലാഹു കൊല്ലണമെന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ പറഞ്ഞു, വേണ്ട, ഒട്ടകത്തെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവസാനം തീരുമാനമായി, നമുക്ക് ഒട്ടകത്തെ കൊല്ലാം, അതോടെ വിഷയം തീരുമല്ലോ. അങ്ങനെ അവരതിന് തീരുമാനമെടുത്ത് ആരെ ഏൽപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറഞ്ഞ ഒരാളെ പേര് പറയപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു, അയാൾ ശരിയാണ്, അയാൾ തന്നെ ഏൽപ്പിക്കാം. അങ്ങനെ അയാളെ പോയി കണ്ടു. രാത്രി അയാളെ പോയി കണ്ടു. അയാൾക്ക് കള്ളും മദ്യവും ഒക്കെ വാങ്ങിക്കൊടുത്ത് പരമാവധി അയാളെ ചൂടാക്കി. അയാൾ പറഞ്ഞു, അപ്പം തന്നെ കൊല്ലാൻ പോവാണ് പറഞ്ഞു. വേണ്ട, നേരം വെളുത്തിട്ട് വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ കുട്ടിയും ഒട്ടവും കൂടെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഇയാൾ വാളുമായി പോയി
ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ചെല്ലാണ്. കുട്ടിയുണ്ട് ഒപ്പം. കുട്ടി ഇത് കണ്ടു പേടിയായി. കുട്ടി ഒട്ടകത്തെ കണ്ട ഉടനെ തന്നെ ഈ ഖുദാർ എന്ന് പറയുന്ന ആൾ ചാടി വീണ് അതിനെ വെട്ടി നിലത്ത് വീഴ്ത്തി കഴുത്തും അവയവങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് മലയുടെ മുകളിൽ ചെന്നു എന്നാണ്. ഒട്ടകത്തെ ഇവർ അറുത്തു, കൊന്നു. ആളുകളൊക്കെ കൂടെ വന്നു. ഈ 9 ആളുകളിലെ ബാക്കിയുള്ള ആളുകൾ കൂടി വന്നിട്ട് അത് ഛിന്ന ഭിന്നമാക്കി അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് ആഭാസ നൃത്തമാടി ഇങ്ങനെയൊക്കെ ചെയ്തു. അവർ പിന്നെ എന്തായി, അവർ പറഞ്ഞു ഒട്ടകത്തെ മാത്രമല്ല നമ്മൾ വറുത്തത്, ആ കുട്ടിയെയും കൂടെ അറക്കണം, എന്നാലത് പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞ കുട്ടി അതിന് മേലെ പേടിച്ച് നിൽക്കുകയായിരുന്നു എന്ന്. കുട്ടി വരുന്നത് കണ്ടു, ഒരു രക്ഷയില്ലാന്ന് കണ്ടു. കുട്ടി എന്തായാലും ശരി കണ്ണും ചിമ്പി നിൽക്കുന്ന ആ നിൽപ്പിൽ ഇവർ ആ കുട്ടിയെയും കൊന്നുകളഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്നിട്ടും അവരുടെ ദാർഷ്ട്യം തീർന്നില്ല. അവർ വീണ്ടും അന്ന് രാത്രി മീറ്റിംഗ് കൂടിയിട്ട്, സാലിഹ് നബിയും മുഅ്മിനീങ്ങളൊക്കെ വിവരങ്ങൾ അറിഞ്ഞു. അന്ന് രാത്രി മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞു ഇതുകൊണ്ട് മാത്രമായാൽ പറ്റില്ല, സാലിഹ് നബിയെ കൂടെ വകവരുത്തണം. അങ്ങനെ അതിനുള്ള പ്ലാനുകളും അവർ എടുത്തു. പക്ഷേ ആ പ്ലാൻ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ സാലിഹ് നബി അലൈഹി സ്വലാം അന്ന് ഒട്ടകത്തെ അറുത്ത ആ രാവിലെ അവരോട് വന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്തത് മോശമായി, അള്ളാഹു നിങ്ങളെ പിടികൂടും, ശിക്ഷ വരും ഉറപ്പാണ്. അവർ പറഞ്ഞു ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വന്നിട്ട് ഞങ്ങൾക്കൊന്നും വരില്ല, നിൻ്റെ ശിക്ഷ നീ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം ആകാശമൊക്കെ ഉരുണ്ടുകൂടാൻ തുടങ്ങി, കറുത്തിരുളാൻ തുടങ്ങി. ആകെ കൂടെ വെടി ഒച്ചപ്പാടും ബഹളവും മഴയും. അതിൻ്റെ ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഒരു ഭയങ്കര അട്ടഹാസം, ഒരൊറ്റ അട്ടഹാസം എന്നാണ്. പിന്നെ ഭൂമി കുലുക്കവും, ഭീകരമായ അവസ്ഥ. മൂന്നാമത്തെ ദിവസം രാത്രി സകല ആളുകളും നിലംപരിശായി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം നിലംപരിശായി കിടക്കുകയാണ്. സാലിഹ് നബി അലൈഹിസ്സലാം മുഅ്മിനീങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇതാണ് ഒട്ടകത്തെ കൊന്ന സംഭവം. ഇങ്ങനെയാണ് ആ വിഷയം ഉണ്ടായത്. എന്തായാലും അല്ലാഹു തആല അവരുടെ ധിക്കാരത്തിൻ്റെ ഫലമായി അവരെ നശിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാനുള്ള പാഠം, പറയുന്നത് അനുസരിക്കാതെ, മനസ്സുകളെ സംസ്കരിക്കാതെ, മനസ്സിനെ നല്ല വഴിക്ക് നടത്താതെ പോയാൽ നമുക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷകൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മളതിന് മുതിരരുത്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കണം. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.